പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ മുഖ്യപ്രതിയായ PFI ഭീകരൻ പിടിയിൽ. മലപ്പുറം സ്വദേശി ഷഫീഖാണ് NIA പിടിയിലായത്. PFIയുടെ ഹിറ്റ് സ്ക്വാഡ് അംഗം കൂടിയാണ് ഇയാൾ. കൊലപാതക ശേഷം ഒളിവിൽ പോയ പ്രതിയെ കൊല്ലത്ത് നിന്നാണ് NIA പിടികൂടിയത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തു ചേർന്നുണ്ട്. അരുൺ, എപ്പോഴാണ് ഇയാൾ പിടിയിലാകുന്നത്? പാലക്കാട് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദി കൂടെ പിടിയിലായിരിക്കുകയാണ്. മലപ്പുറം സ്വദേശിയായ ഷഫീഖിനെയാണ് NIA കൊല്ലത്ത് നിന്ന് ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് സ്ക്വാഡ് അംഗമായിരുന്നു ഷഫീഖ് എന്നാണ് NIA പറയുന്നത്. ഈ ശ്രീനിവാസൻ വധക്കേസിന് ശേഷം ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. ഇയാൾക്കെതിരെ NIA ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചിരുന്നു. ഈ ഷഫീഖ് ഉൾപ്പെടെ നിരവധി പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ 6ഓളം ഭീകരവാദികൾ ഇത്തരത്തിൽ കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോകുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ആരെങ്കിലും ഇവരെ കുറിച്ചുള്ള സൂചന നൽകുകയാണെങ്കിൽ അവർക്ക് പാരിതോഷികം ഉൾപ്പെടെ NIA വാഗ്ദാനം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഇതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ ഭീകരവാദി പിടിയിലായിരിക്കുന്നത്. ഏതായാലും ഇയാൾ കൂടെ പിടിയിലായതോടുകൂടെ തന്നെ കേസിലെ പ്രധാന പ്രതികളിൽ മിക്ക ആളുകളും പിടിയിലായിട്ടുണ്ട്. അതേസമയം ഇനിയും നിരവധി ആളുകൾ ഒളിവിലുണ്ട്. ഇവരെയും കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് NIA വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ഏപ്രിൽ 16-ാം തീയതിയാണ് RSSന്റെ കാര്യകർത്താവായ ശ്രീനിവാസിനെ പാലക്കാട് മേലാമുറിയിലെ കടയിൽ കയറി പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. 3 ബൈക്കുകളിലായി എത്തിയ 6 അംഗ സംഘമാണ് പട്ടാപ്പകൽ നഗരമധ്യത്തിൽ വെച്ച് ഈ ശ്രീനിവാസിനെ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. വലിയ പ്രതിഷേധവും മറ്റുമൊക്കെ ഇതിനെതിരെ ഉയരുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീടാണ് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകരവാദ സംഘടനയെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നതിലേക്ക് ഉൾപ്പെടെ വഴിവെച്ചത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ കൂടെയായിരുന്നു. അരുൺ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ ഇത്തരത്തിൽ ഇപ്പോൾ മുഖ്യപ്രതി പിടിയിലാകുമ്പോൾ തന്നെ ഇനി മറ്റ് പ്രതികളെ പിടികൂടുന്ന കാര്യത്തിലും ഒരുപക്ഷെ NIAക്ക് കൂടുതൽ എളുപ്പമാകുമെന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതല്ലേ? തീർച്ചയായും NIA സംബന്ധിച്ചിടത്തോളം ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികളെയും പിടികൂടുക എന്നുള്ളത് തന്നെയാണ് NIAയുടെ ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയാണ് ഈ കേസിലുമായി ബന്ധപ്പെട്ടിട്ട് ഒളിവിൽ കഴിയുന്ന ആളുകളുടെ തലയ്ക്ക് 1,75,000 അങ്ങനെ വിവിധ തുകകൾ പാരിതോഷികം, ഇവരെ കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് പാരിതോഷികം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. പലയിടത്തും ഇവർക്ക് പല ഭാഗങ്ങളിലായി സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിച്ചു വന്ന ആളുകളാണ്. പല തരത്തിൽ ഒളിവിൽ ഇവർ പോയിട്ടുണ്ട് എന്നുള്ളതാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ കൂടെ NIA സംബന്ധിച്ചിടത്തോളം എത്രയും വേഗം മുഴുവൻ പ്രതികളെയും പിടികൂടുക എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. കുറ്റപത്രത്തിൽ 30ഓളം ആളുകളാണ് ഉള്ളത്. ഇനി കൂടുതൽ ആളുകളുടെ, ഇതിലെ മുഴുവൻ ആളുകളുടെയും പിടികൂടുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ NIAയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. ഇപ്പോൾ ഈ കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ ഈ മലപ്പുറം സ്വദേശിയായ ഷഫീഖ് എന്ന ഭീകരവാദി കൂടെ പിടിയിലായതോടുകൂടെ. വ്യക്തമാണ്. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ മുഖ്യപ്രതിയായ PFI ഭീകരൻ പിടിയിലായിരിക്കുന്നു. മലപ്പുറം സ്വദേശി ഷഫീഖാണ് കൊല്ലത്ത് നിന്നും പിടിയിലായത്. PFIയുടെ ഹിറ്റ് സ്ക്വാഡ് അംഗം കൂടിയാണ് ഇയാൾ. കൊലപാതക ശേഷം ഒളിവിൽ പോയ പ്രതിയാണ് ഇപ്പോൾ കൊല്ലത്ത് നിന്നും പിടിയിലായിട്ടുള്ളത്. അരുൺ ആലത്തൂരാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.